നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സെക്ടർ അനാലിസിസ് നടത്താം. സെക്ടറിൽ ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയുടെ കേസ് സ്റ്റഡിയിലൂടെ ഇൻഡസ്ട്രിയുടെ സാധ്യതകളും ഒപ്പം ആ സെക്ടറിലെ ഓഹരികൾ വിലയിരുത്താൻ ശ്രദ്ധിക്കേണ്ട കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൂടെ മനസ്സിലാക്കാം. വളരെ പ്രാധാന്യമുള്ള ഹെൽത്ത് കെയർ സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ആരോഗ്യ മേഖല നിലവിൽ അതിവേഗത്തിലുള്ള വളർച്ചയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2016 $9,42,590 കോടി രൂപ അഥവാ $110 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ഈ വിപണി 2023 $31,87,668 കോടി രൂപയായി അഥവാ $372 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഈ മുന്നേറ്റം തുടരുമെന്നും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിവർഷം 17.5% മുതൽ 22.5% വരെയുള്ള മികച്ച വളർച്ചാ നിരക്കാണ് ഈ മേഖല കാഴ്ചവെക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആരോഗ്യരംഗത്തിനുള്ള പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി GDPയുടെ ഈ മേഖലയുടെ വിഹിതം 2022 3.3% നിന്നും 2030 5% ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓഹരി വിപണിയിൽ ഈ മേഖലയിൽ ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ പോലുള്ള കമ്പനികളിൽ നിക്ഷേപകരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുമുണ്ടാകും. എന്നാൽ അത്ര ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിക്ക് ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഒരു കവറേജ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ഇക്വിറ്റീസിന്റെ ഈ റിപ്പോർട്ട് 30 പേജ് വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഈ റിപ്പോർട്ടിൽ അനലിസ്റ്റുകൾ പറയുന്ന കമ്പനിയുടെ സാധ്യതകൾ നമുക്കൊന്ന് വിലയിരുത്താം. ഹോസ്പിറ്റലുകൾ, നഴ്സിംഗ് ഹോമുകൾ, ക്ലിനിക്കുകൾ, ഡിസ്പെൻസറികൾ, മെറ്റേണിറ്റി ഹോമുകൾ, ശിശുക്ഷേമ കേന്ദ്രങ്ങൾ, കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർക്ക് മെഡി വേൾഡ് എന്ന കമ്പനിയെ കുറിച്ചാണ് ബ്രോക്കറേജ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2011 സ്ഥാപിതമായ പാർക്ക് ഹോസ്പിറ്റൽ വടക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ആശുപത്രി ശൃംഖലയാണ്. പാർക്ക് എന്ന ബ്രാൻഡിന് കീഴിൽ 16 മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലായി 3960 ബെഡുകളുടെ ശേഷി ഇവർക്കുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് അംഗീകാരമുള്ള ഈ ശൃംഖല 30ലധികം സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത്. വിപണിയിൽ 231 രൂപ നിരക്കിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി 320 രൂപ വരെ എത്തുമെന്നാണ് ചോയ്സ് ഇന്റർനാഷണൽ വിലയിരുത്തുന്നത്. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതിവേഗത്തിലുള്ള വിപുലീകരണം നടത്തുന്നു എന്നതാണ് ആദ്യത്തെ കാരണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂലധനക്ഷമമായ രീതിയിലുള്ള ആശുപത്രി വിപുലീകരണമാണ് പാർക്ക് ഹോസ്പിറ്റൽ നടത്തുന്നത്. നിലവിലുള്ള 3960 ബെഡുകൾ 2028 സാമ്പത്തിക വർഷത്തോടെ 5460 തുടർന്നുള്ള 5 വർഷത്തിനുള്ളിൽ 10,000 മുകളിലായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വിപുലീകരണ പ്രവർത്തനങ്ങളെല്ലാം ഓഹരി മൂല്യം കുറയ്ക്കാതെ, അതായത് സീറോ ഇക്വിറ്റി ഡൈല്യൂഷനിലൂടെ ആഭ്യന്തര വരുമാനത്തിലൂടെ സ്വയം ഫണ്ട് ചെയ്യുന്നവയാണ്. കസ്റ്റമർ മോഡൽ ഉപയോഗിക്കുന്നതിലൂടെ മറ്റ് സമാന സ്ഥാപനങ്ങൾ ഒരു ബെഡിന് 80 മുതൽ 100 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ പാർക്ക് ഹോസ്പിറ്റലിന് കേവലം 34 ലക്ഷം രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതേസമയം NABH അംഗീകാരം, റോബോട്ടിക്സ്, ICU മാനദണ്ഡങ്ങൾ എന്നിവയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തുന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുന്ന രീതി കമ്പനി തുടരുന്നുണ്ട്. ഇത് മറ്റ് പിയർ കമ്പനികൾക്ക് അനുസൃതമായ മൂല്യം ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, ബെഡുകളുടെ ക്രമീകരണത്തിൽ 40% ജനറൽ വാർഡും 30% ICUവും 20 മുതൽ 22% ട്വിൻ ഷെയറിംഗും ബാക്കി സിംഗിൾ റൂമുകളുമായി ക്രമീകരിച്ചിരിക്കുന്നത് സ്ഥല ലഭ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതും പോസിറ്റീവായിട്ട് അനലിസ്റ്റുകൾ കാണുന്നുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സാ രീതികളിലേക്കുള്ള മാറ്റമാണ് അടുത്ത കാരണമായി പറയുന്നത്. ലക്ഷ്യബോധത്തോടെയുള്ള ക്ലിനിക്കൽ നവീകരണമാണ് പാർക്ക് ഹോസ്പിറ്റൽസ് നടത്തുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിന് പകരം കൂടുതൽ ലാഭകരമായ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് മുൻഗണന നൽകുന്നു. ഇതിനായി 5th ജനറേഷനിലുള്ള 3 ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റങ്ങൾ, മെറിൽ റോബോട്ടിക് റോബോലെൻസ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ റോബോട്ടിക് ശസ്ത്രക്രിയകൾ അതിന്റെ പൂർണ്ണ ശേഷിയുടെ 20 മുതൽ 25% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതിനാൽ ഭാവിയിൽ വലിയ വളർച്ചാ സാധ്യതയുണ്ട്. അതോടൊപ്പം രോഗികൾ ആശുപത്രിയിൽ കഴിയുന്ന ശരാശരി സമയം കുറയ്ക്കാനും ഓരോ ബെഡിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത് ക്ലിനിക്കൽ കാര്യക്ഷമതയുടെ തെളിവാണ്. ഫുൾ ടൈം ഡോക്ടർമാരുടെ സേവനവും എല്ലാ ആശുപത്രികളിലും ഏകീകൃതമായ ഇൻഫർമേഷൻ സിസ്റ്റവും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നുണ്ട്. പാർക്ക് ഹോസ്പിറ്റലിന്റെ ഈ മുന്നേറ്റം കൂടുതൽ വേഗത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് ഹോസ്പിറ്റലിന്റെ വരുമാനത്തിന്റെ 83% സർക്കാർ സ്കീമുകളിൽ നിന്നുള്ളതാണ്. ഇത് കമ്പനിക്ക് ശക്തമായ കോമ്പറ്റേറ്റീവ് മോട്ട് നൽകുന്നുണ്ട്. പ്രീമിയം ആശുപത്രികൾക്ക് ഈ നിരക്കിലേക്ക് താഴാൻ കഴിയില്ല. ചെറിയ ആശുപത്രികൾക്ക് ഈ നിലവാരത്തിൽ സേവനം നൽകാനും സാധിക്കില്ല. ഇത് ഒരു അനുകൂലമായ കാര്യമാണ്. 10 വർഷത്തിന് ശേഷം CGHS നിരക്കുകളിലുണ്ടായ 12 മുതൽ 15% വർധനവ് അധിക ചെലവുകളില്ലാതെ തന്നെ കമ്പനിയുടെ ലാഭത്തിൽ ഏകദേശം 7.5% വർധനവ് നേരിട്ട് നൽകുന്നുണ്ട്.
2027 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ ECHS, റെയിൽവേ, വിവിധ സംസ്ഥാന സർക്കാരുകൾ എന്നിവയിലും ഈ നിരക്ക് വർധനവ് നടപ്പിലാകുന്നത് വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അതോടൊപ്പം പേയ്മെന്റ് രീതികളിൽ സ്വാഭാവികമായ മാറ്റവും പ്രകടമാണ്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ പേയ്മെന്റ് അനുപാതം 83:17 എന്നതിൽ നിന്നും 75:25 എന്ന നിലയിലേക്ക് മാറുകയാണ്. ഇത് കുടിശ്ശിക ലഭിക്കാനുള്ള സമയം 5 മാസത്തിൽ നിന്നും 3.5 മാസമായി കുറയ്ക്കുകയും പണമൊഴുക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സർക്കാർ നൽകിയ 12 മുതൽ 15% നിരക്ക് വർധനവിന് പകരമായി മാനേജ്മെന്റ് വെറും 7.5% നേട്ടം മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എന്നതിനാൽ 2027 സാമ്പത്തിക വർഷത്തിലെ യഥാർത്ഥ ലാഭം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ 2026-2029 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം, ലാഭം എന്നിവ യഥാക്രമം 26.3%, 27.1%, 34% വാർഷിക നിരക്കിൽ വളരുമെന്ന് ചോയ്സ് ഇക്വിറ്റീസ് പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ ചെലവിലുള്ള വിപുലീകരണം, നൂതന ചികിത്സാ രീതികൾ, CGHS നിരക്കിലെ വർധനവ് എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. അതിനാൽ 320 രൂപ ലക്ഷ്യവില നിശ്ചയിച്ചുകൊണ്ട് പാർക്ക് ഹോസ്പിറ്റൽ ഓഹരികൾ ബൈ ചെയ്യാൻ ബ്രോക്കറേജ് ശുപാർശ ചെയ്യുന്നുണ്ട്. നിലവിൽ വടക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനി പുതിയ മേഖലകളിലേക്ക് കൂടി വളരുന്നത് ബിസിനസ് റിസ്ക് കുറയ്ക്കും. ചികിത്സാ നിലവാരം ഉയർത്തുന്നത് ഓരോ ബെഡിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിപ്പിക്കും. അതേസമയം ഏറ്റെടുക്കുന്ന പുതിയ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന താമസം, പുതിയ ആശുപത്രികൾ ലാഭകരമാക്കാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നത് എന്നിവ വളർച്ചയെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ സാധ്യതകൾ മനസ്സിലാക്കി സെക്ടർ വൈസ് നോക്കുമ്പോൾ ഈ മേഖലയെ വിലയിരുത്താൻ ചില പ്രത്യേക പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാശുപത്രിയുടെ മൊത്തത്തിലുള്ള സൗകര്യത്തെ സൂചിപ്പിക്കുന്ന ബെഡ് കപ്പാസിറ്റി, രോഗികൾ ശരാശരി എത്ര ദിവസം ആശുപത്രിയിൽ കഴിയുന്നു എന്ന് വ്യക്തമാക്കുന്ന ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്നിവ ഇതിൽ പ്രധാനമാണ്. പ്രവർത്തനക്ഷമമായ ഓരോ ബെഡിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനത്തെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് എന്ന് വിളിക്കുന്നു. ഇത് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ലാഭക്ഷമത അളക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഒരു പുതിയ ബെഡ് സജ്ജീകരിക്കാൻ ആവശ്യമായ ചിലവ്, ക്യാപെക്സ് പെർ ബെഡ്, കിടത്തി ചികിത്സയ്ക്കും OP വിഭാഗത്തിലും എത്തുന്ന രോഗികളുടെ എണ്ണം, തീവ്രപരിചരണ വിഭാഗത്തിലെ ബെഡുകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ICU ബെഡ്സ്, ലഭ്യമായ ബെഡുകളിൽ എത്ര ശതമാനം ഉപയോഗിക്കപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒക്യുപ്പൻസി റേഷ്യോ എന്നിവയും ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയും സേവന നിലവാരം വിലയിരുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ഓഹരി വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വരുന്ന റിസൾട്ടുകളിൽ ഇത്തരം പാരാമീറ്ററുകൾ കൂടി ഉൾപ്പെടുത്തി ഓഹരിയെ വിലയിരുത്താൻ ശ്രദ്ധിക്കുക. തുടർന്ന് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക.